ഒരു പേർഷ്യൻ പഴഞ്ചൊല്ലുണ്ട്, ഹി ഹു നോസ് നോട്ട് ആൻഡ് നോസ് നോട്ട് ദാറ്റ് ഹി നോസ് നോട്ട് ഇസ് എ ഫൂൾ. ഹി ഹു നോസ് ആൻഡ് നോസ് ദാറ്റ് ഹി നോസ് ഈസ് എ പ്രോഫറ്റ്. ഒരാൾക്ക് ഒന്നും അറിയില്ല എന്ന കാര്യവും അയാൾക്ക് അറിയില്ല എങ്കിൽ അയാളൊരു വിഡ്ഢിയാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരാൾക്ക് എന്തെങ്കിലും അറിയാം, തനിക്ക് അറിയാം എന്ന ബോധ്യവും അയാൾക്കുണ്ടെങ്കിൽ അയാളൊരു പ്രവാചകനാണ്. രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് പരിചയപ്പെടുത്തിയത്. മറ്റ് കൂട്ടർ ഇവ രണ്ടിനും ഇടയ്ക്കുള്ള ആളുകളായിരിക്കും. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 2-ാം വാക്യം, ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചാഞ്ഞിരിക്കുന്നു. വലത്തോട്ട് ചാഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവികമായ ജ്ഞാനത്തിൻ്റെ അടയാളമാണ്. ഇടത്തോട്ട് ചാഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവിക ജ്ഞാനം ഈ വ്യക്തിയിൽ കുറവാണ് എന്നുള്ളതാണ്. എന്താണ് ഈ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്? നോക്കുക, കർത്താവായ ഈശോ മിശിഹ അന്ധനെ തൊട്ടു സുഖപ്പെടുത്തുന്ന രംഗം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. 8-ാം അധ്യായം 24-ാമത്തെ വാക്യത്തില് ഈശോ ചോദിക്കുന്നുണ്ട്, നീ കാണുന്നുണ്ടോ? അന്ധൻ പറയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, മനുഷ്യൻ മരങ്ങളെ പോലെ ഇരിക്കുന്നു. വീണ്ടും ഈശോ അവനെ തൊട്ടു സുഖപ്പെടുത്തിയിട്ട് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിപ്പിക്കുകയാണ്. ധനികനായ മനുഷ്യൻ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു, എനിക്ക് എല്ലാം അറിയാം, കൽപ്പനകൾ അറിയാം, ഞാൻ അതേപോലെ പാലിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, നിനക്കൊരു കുറവുണ്ട്, നിന്റെ ഹൃദയം നിറഞ്ഞിട്ടില്ല. ഹൃദയം സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ദൈവിക ജ്ഞാനമുള്ള വ്യക്തികളായി നമ്മൾ രൂപാന്തരപ്പെടും. പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് വളരെ താഴ്മയോടെ ഈശോയോട് പറയുന്നു, എന്നെ നിനക്ക് അറിയാമല്ലോ. ഈശോയ്ക്ക് മനുഷ്യ ഹൃദയങ്ങളെ അറിയാമായിരുന്നു. മനുഷ്യ ഹൃദയങ്ങളുടെ സ്നേഹിതനായി മാറിയതാണ് അവൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയങ്ങളെ തൊട്ടുകൊണ്ട് ജ്ഞാനമുള്ള വാക്കുകൾ അവൻ സംസാരിച്ചപ്പോൾ അത് ഹൃദയങ്ങൾക്ക് ആശ്വാസമേകി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. മനുഷ്യരെ മനുഷ്യരായി അവൻ്റെ അവസ്ഥകളോടുകൂടെ കരുണയോടുകൂടെ നോക്കാനുള്ള ഒരു ജ്ഞാനം അത് നമുക്ക് വേണം. രണ്ടാമതായി, എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ബോധവും എനിക്ക് വേണം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് വചനം പറയുന്നു. കുറവുകളെ പരിഹരിക്കാൻ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തോട് അപേക്ഷിച്ച് ഈ നൊയമ്പ് കാലത്തിൽ നല്ല സുഹൃത ജീവിതം നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.